എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു. ഗുരുപ്രിയ ടിവിയുടെ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഏറ്റവും നല്ലൊരു ഗായകനെയാണ്. ഒരു സ്പെഷ്യൽ ചൈൽഡാണ് മോൻ. പേര് ഹരീഷ് ബാബു. ഹരീഷ് ബാബു, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദാംകുടി ഹരീഷ് ബാബു. എല്ലാവർക്കും എൻ്റെ വ്യക്തിത്വം ഗുരുപ്രിയയിൽ നന്നായിട്ട് ഇരുന്ന് പാടണം. എല്ലാവർക്കും ഇതിന് സംഗീതജ്ഞാനമൊക്കെ കിട്ടണേന്ന് നമുക്ക് പ്രാർത്ഥിക്കണേ. ഹരീഷ്, ലക്ഷ്മി നമസ്കാരം. ഹരീഷ്, നമസ്കാരം. ലക്ഷ്മി സാർ. എന്തായാലും ഹരീഷിൻ്റെ കുറേയധികം പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ വരുമ്പോൾ മോനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി. അവൻ അത്ര കണ്ട് സംസാരിക്കാനേ കഴിയുള്ളൂ. എന്തായാലും നിങ്ങളത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. ഹരീഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്. അറിയാം. സുഖമാണോ? സുഖമാണ്. ഇന്നെങ്ങനെയാ വന്നേ? തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഒരു ട്രെയിനിലാണ് വന്നത്. ഓ, നന്നായിട്ട് പാടാറില്ലേ? നന്നായിട്ട് പാടാറുണ്ട്. ഇപ്പം ഗവൺമെന്റിന്റെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തില്ലേ? പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. ഏത് പ്രോഗ്രാം ആയിരുന്നു? അത് റിഥം. അതിൽ കുറച്ചധികം പാട്ടുകൾ പാടിയിരുന്നോ മോൻ? പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ടോട് കൂടി തുടങ്ങാം. മോൻ ഇഷ്ടമുള്ളൊരു പാട്ട് പ്രേക്ഷകർക്കായിട്ട് പാടാമോ? പാടിക്കോ. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ, മമമോഹം നീയറിഞ്ഞു, മമമോഹം നീയറിഞ്ഞു. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. നന്നായിട്ടുണ്ട് കേട്ടോ. മോന് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണോ ഇതൊക്കെ? ഇഷ്ടമാണ്. മോന്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ് മ്യൂസിക്കില്? എന്റെ ഗുരുക്കന്മാര് കർണാടകയില് നമ്മുടെ ഉണ്ണികൃഷ്ണ സാറാണ്. വിലങ്ങർ ഉണ്ണികൃഷ്ണ സാർ അല്ലേ? അതെ. പിന്നെ സുധാ ടീച്ചർ, സുധാ ഗണേശ് ടീച്ചർ. പിന്നെ പ്രശാന്ത് സാറ് സംസ്കൃതി സ്കൂൾ. നല്ല ക്ലാസ് ആണല്ലേ? മ്യൂസിക് എല്ലാം തന്നെ പറഞ്ഞു തരുന്നത് സാറാണ് അല്ലേ? വലിയ സന്തോഷം. എന്തായാലും മോന്റെ പാട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരം. എന്തായാലും നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോകാം. വീട്ടിലാരൊക്കെ ഉണ്ട് മോൻ? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ അമ്മമ്മ, പിന്നെ ചേച്ചിക്ക് ഒരു അളിയൻ, പിന്നെ അളിയൻ ചേട്ടനില്ല. അടുത്തതായിട്ട് നമ്മൾ മോന്റെ പഠനം മറ്റുള്ളവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും.
ഓ. എവിടെയാണ് പഠിച്ചത്? ഞാൻ ആദ്യം പഠിച്ചത് കിൻഡർ സ്കൂളിൽ, പിന്നെ പഠിച്ച സെന്റ് മേരീസ്, ആ. അതായത് ശ്രീ സ്വാധീന സംഗീത കോളേജ്, സ്വതീർണ സംഗീത സംഗീത കോളേജിലാണ്. ഇത് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് എം.എക്ക് ചെയ്തു. എം.എ കഴിഞ്ഞ് മിടുക്ക്. മിടുക്ക്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സ്നേഹമായിരുന്നു അല്ലേ? സ്നേഹ ടീച്ചറാണ്. അപ്പൊ എന്തായാലും ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗാനം പാടിക്കൊള്ളും. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കൊള്ളും. ടീച്ചേഴ്സിന് അതെ, സിനിമ പാട്ട്. മോന് ഇഷ്ടമുള്ള ഒരു സിനിമ പാട്ട്. തലകോതും ഇളങ്കാത്ത് സെതി കൊണ്ടുവരും, മതമാകും വ്യതയെല്ലാം ഭാഷ ചൊല്ലി തരും. கலங்காத கலங்காத நீயும் நெஞ்சுக்குள்ள, இருளாத விடியாத நாளும் இங்க இல்ல. തലകോതും ഇളങ്കാത്ത് സെതി കൊണ്ടുവരും, മതമാകും വ്യതയെല്ലാം ഭാഷ ചൊല്ലി തരും. കലങ്കാത കലങ്കാത നീയും നെഞ്ചുക്കുള്ള, ഇരുളാத விடியாத நாளும் இங்க இல்ல. ரொம்ப பக்கம் தான் நிழல் நிக்குதே நிக்குதே. ரொம்ப பக்கம் தான் நிழல் நிக்குதே நிக்குதே. உன்னை நம்பி நீ முனபாகையிலே பாதை உண்டாகும், நிக்காம முன்னேறு. കണ്ണോരം കണ്ണീര്, നിക്കാമ മുന്നേറ്. അൻപാല നീ കൈസേര് കൈസേര്. നന്നായിട്ടുണ്ട്. എന്തായാലും ടീച്ചേഴ്സിനും കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഹരീഷിന്റെ ഈ ഗാനം. ശരിക്കും ഹരീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നില്ല, പാട്ടുകൾ ഇങ്ങനെ പാടാൻ പറയാനാണ് മോനെ തോന്നുന്നത്. ഒരുപാട് സന്തോഷം. മോൻ ഇപ്പോൾ കുറച്ചധികം ഗ്രൂപ്പില് പാടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? സക്ഷമ, അതിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മോന് ഏതായിരുന്നു ഫസ്റ്റ് കിട്ടിയ സോങ്? അല്ലാതെ ഒരു ലൈറ്റ് മ്യൂസിക് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? അതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നോ? പാട്ട് ലൈറ്റ് മ്യൂസിക്കോ പ്രമദവനോ ഏതെങ്കിലും ഒരു ലൈൻ പാടാൻ പറ്റുമോ? പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കലിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമി നീ കാണമാഞ്ഞ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമി നീ കാണമാഞ്ഞ. കവിയുടെ ഗാന സാമൃത ലഹരി ഒരു നവ കനക കിരീടമിതണിയുമ്പോ
അതവനം വീണ്ടും ഋതുരാഗം ചൂടി. ഭയങ്കര സന്തോഷം. താങ്ക് യു. പിന്നെ ഇത്തവണ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ശരിക്കും മോന് അവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഭിന്നശേഷിക്കാരുടെ ആ ഒരു പ്രോഗ്രാമിൽ എത്രയോ പേരുടെ മത്സരത്തിൽ മോന് സ്ഥാനം കിട്ടിയില്ലേ, ഒരു മെയിൽ സിംഗർ എന്ന രീതിയിൽ. അപ്പോൾ 2 സ്റ്റേജിലങ്ങാണ്ട് മോൻ പാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ വാർത്ത. ശരിക്കും അത് പാലക്കാട് സ്റ്റേജിൽ പാടിയ ഒരു അനുഭവം നമ്മളോട് പറയാമോ? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പാട്ടൊക്കെ? നന്നായിരുന്നു. ഡ്യൂറ്റ് സോങ് ഒക്കെ മോൻ പാടിയോ? സോളോ ആണോ? ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ വേദി? ഇഷ്ടപ്പെട്ടു. ആണോ? ഒത്തിരി നല്ല കലാകാരന്മാർ വന്ന വേദിയായിരുന്നു അല്ലേ? മോൻ ഒരുപാട് ആഗ്രഹിച്ച വലിയൊരു സ്റ്റേജൊക്കെ അല്ലായിരുന്നു. എന്തായാലും അവിടെ പാടിയ ഒരു പാട്ട് നമുക്കായിട്ട് ഗുരുപ്രിയക്കാർക്കായിട്ട്. ഇന്ദ്രവല്ലജി പൂച്ചൂടി വരും സുന്ദരഹേ മന്ദരാത്രി എന്നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദരഹേ മന്ദരാത്രി എന്നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. പിന്നെ കച്ചേരിയൊക്കെ നടത്താറില്ലേ മോൻ? എങ്ങനെയാണ്? 2 മണിക്കൂറൊക്കെ മോൻ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കച്ചേരി കേട്ട സമയത്ത് അതിൽ ഒരുപാട് പ്രശസ്തരായ പക്കമേളക്കാരായിരുന്നു മോനോടൊപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉടുപ്പി സാറ്, അഭിദാനന്ദാശ്രമത്തിലായിരുന്നു ഉണ്ണികൃഷ്ണ സാറായിരുന്നു. ആദ്യം കൃഷ്ണ സാറാണ്. മറ്റത് അപ്പോൾ എന്തായാലും അത്രയും പ്രഗത്ഭരായ പക്കമേളക്കാരുടെ കൂടെ ഇരുന്നിട്ട് മോൻ കച്ചേരി പാടിയിട്ടുള്ള മിടുക്കനായ ഒരു മോനാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കായിട്ട് മോനൊരു കീർത്തനം മാനസസഞ്ചരിലേക്ക് അറിയാം. ഒന്ന് കുറച്ചൊന്ന് പാടിക്കൊടുക്കും അവർക്ക് വേണ്ടിയിട്ട്. മാനസ സഞ്ചരജേ മാനസ സഞ്ചരജേ ബ്രഹ്മണി 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 മാനസ സഞ്ചരജേ. മദശിഖി പിഞ്ച അലങ്കൃത ചീകൂരേ 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 മഹനീയക പോലെ വിചിത മുകുരേ മഹനീയക പോലെ വിചിത മുകുരേ മഹനീയക പോലെ
വിചിത മുകുരേ മോഹനീയക പോലെ വിചിത മുകുരേ മാനസ സഞ്ജരരേ ബ്രഹ്മണി മാനസ സഞ്ജരരേ സൂപ്പർ, സന്തോഷം കേട്ടോ. എന്തായാലും പറയുന്ന പാട്ടുകൾ മോനത് പാടിത്തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് മോനെ. പിന്നെ അമ്മയും അച്ഛനും ഇങ്ങനെ ഒരു നിഴല് പോലെ മോനെ സംഗീതം പഠിപ്പിക്കാനായി കൊണ്ടുപോകുന്ന കഥയും മോനത് കറക്റ്റ് പ്രാവർത്തികമാക്കി അതിലേക്ക് വരുന്ന ഒരു കഥയും നമ്മൾ കണ്ടറിയുന്ന കുറേ രീതികളാണ്. അത് കുറേ രീതി കണ്ടറിയുന്ന രീതി. പക്ഷേ മോന് കൂടുതലും സംഗീതത്തിൽ എങ്ങനെയാണ്, കച്ചേരി അവതരിപ്പിക്കാനാണോ ഇഷ്ടം, അതേ അല്ലാതെ ഇൻസ്ട്രുമെന്റ്സിലോട്ട് അങ്ങനെയൊക്കെ കിടക്കുന്നതാണോ? കച്ചേരിയാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ഹരീഷ് നന്നായി കച്ചേരി അവതരിപ്പിക്കും കേട്ടോ. 2 മണിക്കൂറൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് ഹരീഷിൻ്റെ ഓരോ പാട്ടുകളും. അതുകൊണ്ട് കച്ചേരിയൊക്കെ ഓർമ്മിക്കുമ്പോൾ ഹരീഷിനെ ഓർമ്മിക്കുക, ഹരീഷിന് അവസരങ്ങളൊക്കെ നിങ്ങൾ പ്രേക്ഷകർക്ക് നൽകുക. അടുത്ത കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പെട്ടെന്ന് തന്നെ. നമുക്ക് ഹരീഷ് ഈ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കുറച്ചധികം സംഗീതം, അവരൊക്കെ നല്ല മിടുക്കരായിരിക്കും, പാടുന്നവരുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. അതിൽ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ആരായിരുന്നു? എന്റെ കൂട്ടുകാരൻ രഞ്ജിത്താണ്. രഞ്ജിത്ത്. അപ്പം രഞ്ജിത്തിനായിട്ട് നല്ലൊരു ഗാനം പാടിക്കൊടുത്തോ. അമ്മയ്ക്കും രഞ്ജിത്തിനൊക്കെ വേണ്ടിയിട്ട് അമ്മയെ കുറിച്ചുള്ള ഒരു പാട്ട് പാടാറില്ലേ അമ്മയ്ക്ക് വേണ്ടി? അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவே வணங்காத உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவே வணங்காத உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயின்றி வேறொன்று ஏது. அம்மா என்றழைக்காத உயிரில்லையே, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. നന്നായിട്ടുണ്ട് ഹരീഷ്. ഹരീഷ് ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ ഇല്ലേ, മ്യൂസിക് ഗ്രൂപ്പ്, ഒരു ഗാനമേള ഗ്രൂപ്പൊക്കെ ഇല്ലേ? ഏത് ഗ്രൂപ്പാണ്? ഗാനമേള ഗ്രൂപ്പൊക്കെ എല്ലാം ഉണ്ട്. അതേത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് പിന്നെ സക്ഷമ, പിന്നെ സൂര്യാസിന്റെ അതൊക്കെ എല്ലാം ഉണ്ട്. അതൊക്കെ എല്ലാം ഉണ്ട്. സക്ഷമയിൽ ഇപ്പം പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ലൈവ് പ്രൈസ് കിട്ടുന്നുണ്ട്. അതൊന്ന് അതേത് പാട്ടായിരുന്നു? അത് ഒന്നിനി സുൽത്താത്തി എന്ന് പറയുന്ന ജയചന്ദ്ര മാഷിന്റെ. ജയചന്ദ്ര. അപ്പൊ മാഷിനായിട്ട് ആ ഗാനം പോട്ടെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടിവരെ താമരമലർമേ അടയും വരെ. താരാട്ടിൻ അനുയാത്ര
നിദ്രതൻ പടിവരെ താമര മലർമിഴി അടയും വരെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ. വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഹരീഷിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഒക്കെ ആരാണ് ഹരീഷ്? എനിക്ക് പാട്ടിൻ്റെ ഒക്കെ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. കൂടുതലും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആരാണ് കൂടുതൽ ഇഷ്ടം? പാട്ടുകാരിയാണ്. പാട്ട് സംഗീതം സംവിധാനം അതിലൊക്കെ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഔസേപ്പ് ബച്ചൻ. ഔസേപ്പ് ബച്ചൻ. മാഷിന്റെ ഒരു ഗാനം പാടാൻ പറ്റും? ഔസേപ്പ് ബച്ചൻ സാർ. ഇനി എന്തു നൽകണം ഞാനിനിയുമെന്തു നൽകണം കനവോടു കനവിലെ മൃദുപരിമളങ്ങളായിരം കുളിരും കുറുമ്പുമായി നീ എല്ലാം പകന്നുവല്ലോ അരുതെന്നു മെല്ലെ മെല്ലെ കാവിൽ പറന്നതെന്റെ സുഗലാളനങ്ങളിൽ സ്വരം മറന്നു ഞാൻ. ഇനി എന്തു പാടണം ഞാനിനിയുമെന്തു പാടണം ഇനി എന്തു നൽകണം ഞാനിനിയുമെന്തു നൽകണം. മുകിലും ചന്ദ്രലേഖയും മധുമാസരാത്രിവിണ്ണിൽ പതിവാരിൽ പാരിചാരി രതി കേറിയാടി നിൽപ്പു പ്രിയരാഗതാരകങ്ങൾ കുയിലൊന്നു പാടി വന്നു ഇണയോദിനങ്ങുമേതോ രാപ്പാടി മെല്ലയോതി മണിദീപം നാളം താത്താൻ ഇനിയും മറന്നതെന്റെ ഇനി എന്തു നൽകണം ഞാനിനിയുമെന്തു നൽകണം. പ്രഭാത ശൈവേലി അങ്ങനെ ഒരു പാട്ടല്ലേ? അത് അറിയില്ല. അതായത് ഞാനിപ്പോൾ താരക നിർമാല്യം മാറ്റിയ തെളിവാനം തങ്കത്തിൻ കതിർമാല ചൂടി. താരക നിർമാല്യം മാറ്റിയ തെളിവാനം തങ്കത്തിൻ കതിർമാല ചൂടി. ഹരിതനി കുഞ്ചത്തിൻ കുയിലുകൾ മധുരമായി ഹരിനാമ കീർത്തനം പാടി പാടി കീർത്തനം പാടി. പ്രഭാത ശിവേലി തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്കു വേണ്ടി. അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ നിന്മനം ഇടയ്ക്കയായി തുടിക്കുന്നതാർക്കു വേണ്ടി. വെരി ഗുഡ്. ഇതൊക്കെ ആരാണ് മോനെ പഠിപ്പിച്ചത് ഈ പാട്ടുകളൊക്കെ? അത് ദിവ്യ ടീച്ചർ. ദിവ്യ ടീച്ചർ. ശരിക്കും ശാസ്ത്രീയ സംഗീതത്തിൽ വിലങ്ങര ഉണ്ണികൃഷ്ണൻ മാത്രമാണോ ഗുരു? ആണ്. ഇപ്പോൾ ഇനി MA മ്യൂസിക് കഴിഞ്ഞതിന് ശേഷം മോൻ വേറെ പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടോ ഗുരുക്കന്മാരുടെ? ഏത് ഗുരുവാണ്? നമ്മുടെ സാറ് തന്നെയാണോ? ഏത് സാറിന്റെ കീഴിലാണ്? ഉണ്ണികൃഷ്ണ സാർ തന്നെയാണ്. ഇനി എന്തൊക്കെ വിശേഷങ്ങളാണ് ഹരിക്ക് പറയാൻ തോന്നുന്നത്? പിന്നെ ഇപ്പം നമ്മളൊരു ഇപ്പം പാട്ടുകളൊക്കെ ഏകദേശം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ടുകൾ ഈ ഭംഗിയോടെ പാടാൻ ആഗ്രഹം കിട്ടണേന്ന് എനിക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. പിന്നെ നന്നായിട്ട് കച്ചേരികളൊക്കെ പ്രോഗ്രാം അതൊക്കെ എല്ലാം അവതരിപ്പിക്കണം. എല്ലാവർക്കും വേണമെങ്കിലും നമ്മൾ ചാനലിൽ നന്ന പോലെ പാടാനൊക്കെ പറ്റണം.
അപ്പോൾ എന്തായാലും ഹരീഷിന് ഇഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ പെട്ടെന്ന് പാടിക്കണം. നമുക്ക് സമയം ഇങ്ങനെ ആയി വരികയാണ്. മോന് കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ, മനസ്സിൽ ഇഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ ഉണ്ടാവില്ലേ, അത് പാടിക്കോളൂ. നിർപ്പതുവേ നടപ്പതുവേ പറപ്പതുവേ நிற்பதுவே நடப்பதுவே பறப்பதுவே நிற்பதுவே நடப்பதுவே பறப்பதுவே நீங்கள் எல்லாம் சொப்பனம் தானோ பலர் தோற்ற மயக்கங்களோ சொப்பனம் தானோ மலர் தோற்ற மயக்கங்களோ கற்பதுவே கேட்பதுவே கருதுவதே நீங்கள் எல்லாம் அற்பமாயேங்களோ உன்முல்லாந்த பொருள் இல்லையோ അർപ്പമായെങ്കിലോ ഉന്മുല്ലാന്ത പൊരുളില്ലയോ. നല്ല പാട്ട് കേട്ടോ, വളരെ നല്ല പാട്ട്. പൂവേൻസ് അങ്ങനെ പാട്ടല്ലേ, അതൊന്നും രണ്ടുപേരെയോ നാലുപേരെയോ പാടും, നല്ല പാട്ടാണ്. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവേ ശംഭൂവേ ഉൻവാസം വരും പൂവേ ശംഭൂവേ. നിഴൽ പോലെ നാനും ആ நடைபோட நீயும் தொடர்கின்ற சொந்தம் நெடுங்கால பந்தம். கடம்வானம் கூட நிறமாற கூடும் மனம் கொண்ட பாசம் தடமாறிடாது. நான் வாழும் வாழ்வே உனக்காகத்தானே நான் தோறு நெஞ்சில் ഞാനേണ്ടുത്തേനെ എന്നാളും സംഗീതം സന്തോഷമേ. വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവേ ശംഭൂവേ ഉൻവാസം വരും വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവേ ശംഭൂവേ ഉൻവാസം വരും പൂവേ ശംഭൂവേ. സന്തോഷം. പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഗാനം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണല്ലോ മോനെ. പിന്നെ മോൻ കൂടുതലായിട്ടും വേദികൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, മണി എന്ത്, അത് പാടാം, ഒരു 4 വരി പാടാം. ശരിക്കും മോൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്, ആ മ്യൂസിക്കിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഏത് പാട്ട് ചോദിക്കുമ്പോഴും മോൻ അത് പറയാൻ കഴിയുന്നുണ്ട്. അപ്പൊ മോൻ അത്രത്തോളം സംഗീതത്തെ സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ ഗാനങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. എന്തായാലും മോൻ ആ പാട്ട് പാടാൻ കഴിയുമല്ലോ, പാടിക്കോ. മണ്ണില്ലെന്ത കാതലന്ത്രിയാജ് വാതൽ കൂടുമോ എണ്ണം കന്നി പാവയിன்றி ഏഴു സ്വതം താൻ പാടുമോ. പെൺമൈ ഇன்றி മണ്ണിൽ ഇമ്പം ഏതടാ. കണ്ണை മൂടി കനവിൽ വാഴുമാനിടാ. മണ്ണിൽ ഇന്ത കാതലന്ത്രിയായും വാതൽ കൂടുമോ എണ്ണം കന്നി പാവയിன்றி ഏഴു സ്വതം താൻ പാടുമോ. പെൺമൈ ഇன்றி മണ്ണിൽ ഇമ്പം ഏതടാ. കണ്ണை മൂടി കനവിൽ വാഴുമാനിടാ.
வெண்ணிலவும் பொன்னி நதியும் கண்ணியில் துணையின்றி என்ன சுக இங்கு படைக்கும் பெண்மை சுகமன்றி சந்தனமும் சங்க தமிழ் பொங்கிடும் வசந்தம் சிந்தி வஜு பொங்கும் அமுதம் தங்கிடும் குமுதம் கண்ணி மகள் அஜுகில் இருந்தாய் சுவைக்கும் கண்ணி துணை இழந்தால் முழுதும் கசக்கும் விஜயினில் மொழியில் நடையினில் உடையினில் அதிசய சுகந்தரும் மனங்கிவள் பிறப்பிதுதான் மண்ணில் இந்த காதலன்றி யாரும் வாதல் கூடுமோ எண்ணம் கன்னி பாவையின்றி ஏழு സ്വരം താൻ പാടുമോ. ഒരുപാട് സന്തോഷം. ശരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ടാവും കേട്ടോ ഹരീഷ്. ശരിക്കും നമുക്ക് ഗുരുപ്രിയ ഇങ്ങനെ ഒരു അവസരം തരുന്നത് മോന് സന്തോഷം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേ? ഇനി മോന് ഇഷ്ടമുള്ള ഗാനങ്ങൾ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ചധികം ഗാനങ്ങളൊക്കെ ഉണ്ടാവില്ല മോൻ സ്ഥിരം പാടുന്നത്. അങ്ങനെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കീർത്തനമായാലും അല്ലാതെ ഫിലിം മ്യൂസിക് എങ്ങനെയാണെന്നുള്ളത് സിനിമ പാട്ട് ഒന്ന് പാടിത്തരാം ഏതെങ്കിലുമൊക്കെ. പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടയാറായി അണിമുറ്റത്തൊരു കോണിൽ രാവിൻ മണി വിളക്കെരിയാറായി ഗോപപ്പെൺകുടിമാരുടെ അമൽ പീലി കനവ് കവർന്നിടാം മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമുടിഞ്ഞിടാം നന്ദിക ചോദ നവിത ചോദ മുരളിൽ വെച്ച് നർമ്മതി എഴുക പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി കാൽത്തള കേട്ടു ഞാൻ നിന്നോമൽ കള്ളച്ചിരി കണ്ടു ഞാൻ കുണുങ്ങിക്കൊണ്ടൊളിച്ചു വയ്ക്കും കുറുമ്പും കുസൃതിയും അണിഞ്ഞു ഞാൻ പരിഭവം പറയാതെ എഴാതെ മൃദുമന്ത്രം ജപിച്ചാട്ടെ മധുരയ്ക്കും വരും നേരം ത്രിപാദം മിഴി തൊട്ടു തൊഴുതാട്ടെ പൊന്നുറി എന്ന് മുലയ്ക്ക് ഉതിർക്കും പെണ്ണക വന്ന് മറഞ്ഞവനല്ലേ ഒന്നൊരു മുടക്കി ഉതിർക്കും പെണ്ണക വന്ന് മറഞ്ഞവനല്ലേ സിനിമ മതിമതിമതി നിൻമതി മായം പാടാമിനിയൊരു ലോല പല്ലവി പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി കുറുമൊഴി പുഴയോരം കിനാവിൻ കുടമുല വിടയാറായി. ശരിക്കും ഓരോ ഗാനങ്ങൾ കേൾക്കുന്തോറും ഹരീഷിനെ നമ്മൾ ഓരോരുത്തരും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയായിരിക്കും. കാര്യം പ്രേക്ഷകർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ദൈവം തൊട്ടുവിടുന്ന മക്കളാണ് ഇവരൊക്കെ. ഇവർക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു കഴിവ് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന നിമിഷം തന്നെയാണ് ഹരീഷ് ബാബു. എന്തെങ്കിലും ഗുരുപ്രിയ ടിവിയോട് പറയാനുണ്ടോ ഇങ്ങനെ ഒരു അവസരം തന്നത്? അതൊക്കെ പറയാനുണ്ട്. ഗുരുപ്രിയ ടിവിയിലൊക്കെ നന്നായിട്ട് ഗുരുപ്രിയ ടിവിക്ക് നന്നായിട്ട് ഇത് പറയാനുണ്ട്. പറയാൻ അവസരം കിട്ടണമെന്ന് ഭഗവാൻ ഏൽപ്പിച്ച നല്ല കാര്യം നല്ല വാക്കുകളൊക്കെ അത് നന്നായിട്ടിരുന്ന് പാടാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. നമുക്ക് ഇനി ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നുണ്ടോ? കല്യാണത്തെ നില കാഴ്ചാത പാൽ നില നീതാനേ വാനില എന്നോട് വാനില തീയാത വെണ്ണില ഉൻ കാതൽ കണ്ണില ആകായം മണ്ണില കല്യാണത്തെ നില കാഴ്ചാത പാൽ നില തെൻപാണ്ടി കൂടല തേവാര പാടല തീയാത ഊടല തെൻ സിന്ധു കൂടല എന്നൻപ
காதலா என்னாலும் கூடலா பேரின்பம் மெய்லா நீ தேடும் கையிலா பார்ப்போமே ஆவலா வாவானிலா കല്യാണത്തേനില കാച്ചാത പാലില നീതാനേ വാനില എന്നോട് വാനില. ഒത്തിരി സന്തോഷം ഹരീഷ്. എന്തായാലും നമ്മുടെ സമയം ആയിക്കഴിഞ്ഞു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹരീഷിന്റെ ഓരോ പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ മാതാപിതാക്കളും ഓർമ്മിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം തന്നെയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചിട്ടയായ ഒരു പരിശീലനം അവരെ ചേർത്ത് നിർത്തൽ, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു കഴിവ്. അതായത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അതെന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു മകനെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒരുപാട് അഭിമാനം തോന്നുന്നു. അതിന് ഗുരുപ്രിയ ടിവിയോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹരീഷ്, ഒരുപാട് ഉയരങ്ങളിൽ മോനെ എത്തട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. ചിത്രാമ്മയോടൊപ്പമൊക്കെ ശരിക്കും ഒരു ലൈവ് ഷോ നമ്മുടെ ഹരീഷ് ബാബു ഒരിക്കൽ മാജിക് പ്ലാനറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിത്രാമ്മ കുറച്ച് വരികൾ ഹരീഷ് ബാബുവിനോടൊപ്പം ഓൺലൈനിൽ പാടിയിട്ടുമുണ്ടായിരുന്നു. ചിത്രാമ്മയിൽ നിന്നും കുറച്ച് സമ്മാനങ്ങൾ ഹരീഷിന് നേരിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ഭാഗ്യങ്ങൾ തേടി വന്ന ഏറ്റവും നല്ലൊരു വലിയ കലാകാരനാണ് ഹരീഷ് ബാബു. ഹരീഷ് ബാബുവിൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, ഇങ്ങനെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും, ഹരീഷ് ബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഹരീഷ് ബാബു, സ്നേഹം ഒരുപാട് സ്നേഹം. നമസ്കാരം. അടുത്ത നല്ലൊരു അതിഥിയുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അതുവരെ നന്ദി, നമസ്കാരം.